നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവന് പുറകെ അവിടെ നിൽക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം അവൻ പോയ വഴിയെ പോയി. ശിവശങ്കരൻ തമ്പി അപ്പോഴും തന്റെ കൊച്ചുമാൻ പറഞ്ഞിട്ട് പോയ കാര്യം കേട്ട് കിടുങ്ങി നിൽക്കുകയായിരുന്നു. അവന്റെ ഓരോ വാക്കുകളും ഗുഹയിലെന്ന പോലെ വീണ്ടും വീണ്ടും അയാളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടു. ഒരു നിമിഷം കൊണ്ട് അയാളിലെ ഭാവം കീഴ്മേൽ മറിഞ്ഞ് ആ മുഖത്ത് പേടിയും പരിഭ്രമവും സ്ഥാനം പിടിച്ചു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു എന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. അച്ഛാ. ആനന്ദനെ അയാൾക്കരികിലേക്ക് വന്നിട്ട് വിളിച്ചു. അയാൾ ഭയം കൊണ്ട് വിളറി വെളുത്ത മുഖത്തോടെ ആനന്ദനെ തിരിഞ്ഞു നോക്കി. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നീ? അവനെന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങി. ഇല്ലാച്ചാ, ഒരിക്കലും അവൻ ഇങ്ങനെയൊന്നും പറയില്ല. നീ ഇന്ന് തന്നെ തിരുമേനിയെ ചെന്ന് കാണണം. ഇനി എന്തു വേണമെന്ന് ചോദിച്ചറിയണം. അതുമാത്രം പോരാ, ഇന്ദ്രന് മേളിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ഒരിക്കലും അവന് മുന്നിൽ ഒന്നും അഴിഞ്ഞു വീഴരുത്. അങ്ങനെ സംഭവിച്ചാ അവൻ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? എതിർവശം നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കില്ല അവൻ. ഇനി എന്താ വേണ്ട? ആനന്ദൻ അയാളെ നോക്കി ചോദിച്ചു. ഇന്ദ്രന്റെ ശ്രദ്ധ തിരിക്കണം. അവൻ ഒരിക്കലും എന്നിലേക്ക് എത്താത്ത വിധം കാര്യങ്ങൾ നീക്കണം. അയാൾ തന്റെ ഊന്നുകൂടി ഒരിക്കൽ കൂടി തറയിൽ ഉറപ്പിച്ചുകൊണ്ട് ആനന്ദനോട് പറഞ്ഞു. അയാൾ കാര്യങ്ങൾ മനസ്സിലായ പോലെ തലയാട്ടി. തൽക്കാലം എല്ലാം ഒന്ന് നിർത്തിവെക്കാം. കൊടിയേറ്റം വരെ സമയമുണ്ടല്ലോ. ഒന്നിനെയല്ലേ നഷ്ടമായിട്ടുള്ളൂ. ആ ഒന്നിന് പകരം അതിനേക്കാൾ അമൂല്യമായ മറ്റൊന്ന് വരും. അത് പറയുമ്പോൾ അയാളുടെ കഴുകൻ കണ്ണുകളിൽ തന്റെ അടുത്തിരയെ കണ്ടെത്തിയ തിളക്കമായിരുന്നു. മുറിക്കകത്തേക്ക് കയറിയതും അവൾ ചുറ്റിനുമൊന്ന് നോക്കി. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട്. ഭസ്മാസുരൻ എല്ലാം ഭസ്മമാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അവളൊരു നെടുവീർപ്പോട് അകത്തേക്ക് കടന്നു. കുഞ്ഞിനെ കിടക്കിലെത്തിക്കൊണ്ട് നേരിയതിന്റെ തലപ്പ് ഇടുപ്പിൽ കുത്തിവെച്ചതിന് ശേഷം നിലത്ത് മറിഞ്ഞു കിടന്ന മേശ നേരെ എടുത്ത് ആദ്യം കിടന്നിടത്തേക്ക് പൊക്കി വെച്ചു. അതിനുശേഷം താഴെ നിലംപതിച്ച ഓരോന്നും കയ്യിലേക്ക് എടുത്ത് കേടുപാടുകളൊന്നും വരാത്ത മാത്രം അതിനു മുകളിലേക്ക് അടക്കി വെച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിന്റെ ശബ്ദം കേട്ട് അവിടേക്ക് നോക്കിയവൾ തനിക്ക് നേരെ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആളെയാണ് കാണുന്നത്. ഇപ്പൊ കരയെന്ന മട്ടിലാണ് ഇരിപ്പ്. എന്തേ? ആൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് തിരക്കി. കുഞ്ഞവിടെ പതുങ്ങിക്കിടന്നുകൊണ്ട് അവിടെ കഴുത്തിൽ നീളത്തിൽ കിടന്ന താലിമാലിൽ പിടിച്ച് അത് വായിലേക്ക് കൊണ്ടുപോയി. നീലി അത് അവളുടെ കയ്യിൽ നിന്ന് വേർപ്പെടുത്തിയതും വീണ്ടും ആ കുഞ്ഞി കൈകൾ അതിനെ തേടിപ്പോയി. ഇതുവരെ കാണാത്തൊന്ന് അവിടെ കണ്ടതിന്റെ ആശ്ചര്യത്താലാവണം ആ ഉണ്ടക്കണ്ണുകൾ രണ്ടും ഉരുട്ടി നോക്കുന്നുണ്ട്. അവൾ അത് വീണ്ടും വായിലേക്ക് കൊണ്ടുപോയതും ഇനി അത് വേർപ്പെടുത്തിയ ആൾക്ക് അറിയാവുന്നതുകൊണ്ട് അവിടെ അനങ്ങാതെ ഇരുന്നു കൊടുത്തു. അവൾ ആ ഇരുപ്പിൽ മനസ്സിലേക്ക് പല വിധത്തിലുള്ള ചിന്തകൾ ചേക്കേറാൻ അധികം നേരം വേണ്ടി വന്നില്ല. ഇത്രയും ദിവസം അനുഭവിച്ച മാനസിക സമ്മർദ്ദം മറ്റൊരു രൂപത്തിലും ഭാവത്തിലും വീണ്ടും അവളിലേക്ക് വിരുന്നെത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും ആഗ്രഹിക്കാത്ത ഒന്നാണ് ഇന്ന് നടന്നത്. നാൽപ്പാട് തമ്പുരാൻ കുഞ്ഞിന്റെ വേളിസ്ഥാനം അത് താൻ അലങ്കരിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അതുമാത്രമല്ല, വേളി എന്ന വാക്ക് ഒരിക്കൽ പോലും തന്റെ വിദൂര ചിന്തകളിലേക്ക് പോലും കടന്നുകയറാത്ത ഒന്നായിരുന്നു. ആർക്കും ഒരു ബാധ്യതയാവാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിക്കണം, അതുമാത്രമായിരുന്നു മനസ്സിൽ. മനസ്സുകൊണ്ട് ഒരിക്കലും മോഹിക്കാത്ത താലിയാണ് തന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു സാഹസം? വാശിയുടെ പുറത്ത് ചെയ്തായിരിക്കുമോ? അങ്ങനെ ഒരു വാശി പുറത്ത് ചെയ്യേണ്ട ഒന്നാണോ കല്യാണം? ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വേളി കഴിച്ച ആളല്ലേ? അപ്പൊ ആൾക്കറിയില്ലേ ഒന്നും? ധാത്രി ചേച്ചിയുമായുള്ള വിവാഹം ഇഷ്ടമില്ലായിട്ടും അതിന് കൂട്ടി നിൽക്കേണ്ടി വന്നപ്പോൾ നെഞ്ചു പിടിച്ച കഥയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആളല്ലേ? എന്നിട്ട് എന്താ എന്റെ നെഞ്ചു പിടയെന്ന് കാണാതിരുന്നു? അവളുള്ളിൽ നിറഞ്ഞ സങ്കടത്തോടെ ഓർത്തു. വേണ്ടെന്ന് ഒരുപാട് വട്ടം പറഞ്ഞല്ലേ ഞാൻ. എന്നിട്ട് എന്തേ അതൊന്നും കണ്ടില്ല എന്നടിച്ച്? ഇപ്പൊ നാടുമൊത്തം അറിഞ്ഞു കാണില്ലേ ഇങ്ങനെയൊന്നും നടന്ന്? ഇത്ര നാളും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സത്യമായതുപോലെ ആയില്ലേ? തള്ളാനും കൊള്ളാനും കഴിയാത്ത വിധം തന്നെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ തളച്ചിട്ടവനെന്നോണം അവൾ തന്നെ മനസ്സിലെ വലയം ചെയ്ത് മുറുക്കുന്ന ഓരോ ചോദ്യങ്ങളായി ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അടഞ്ഞിടുന്ന വാതിലാരോ തട്ടിയത്. അവൾ തുറക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ അവിടെ അനങ്ങാതിരുന്നു. നീ! ആ ശബ്ദം കാതിലേക്ക് വന്നു വെച്ചും അവൾ കൂടുതൽ പരിഭ്രമിക്കുകയാണ് ചെയ്ത്. നീ വാതിൽ തുറക്കാൻ! അവനൊന്നുകൂടി ശബ്ദം ഉയർത്തിയതും അവൾ വേഗം കുഞ്ഞിനെയും പിടിച്ച് വാതിലിനരികിലേക്ക് നടന്നു. ഒന്ന് ചിന്തിച്ച് നിന്നതിന് ശേഷം വാതിൽ തുറന്നു. നിന്നോട് ഞാൻ പലതവണയായി പറയുന്നു, ഇത് അടച്ചിരുന്നതിനകത്ത് തന്നെ ഭജനിരിക്കരുതെന്ന്. അവൻ അവളോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തറയിലേക്ക് കണ്ണും പതിപ്പിച്ച് നിന്നു. നിനക്കെന്താ എന്നും മാറണ്ടേ? അവൻ അവളുടെ വസ്ത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ മാറാൻ പോവായിരുന്നു. അവൾ അവനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അല്ലാതെ ഭജനിരിപ്പല്ലായിരുന്നു ഉള്ളില്? അവൻ ചോദിച്ചതും അവളൊന്ന് പരിങ്ങിക്കൊണ്ട് നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിന്ന് താളം ചവിട്ടാതെ കുഞ്ഞിനെ എന്നിട്ട് പോയി തുണി മാറിയിട്ട് പാടി. അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൾ അതിനൊന്ന് തലയാട്ടിയ ശേഷം വേഗം കഥകടച്ച് അതിലേക്ക് ചാരി നിന്നു. പണ്ട് അവന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ പിടികൂടിയിരുന്ന ഭയമായിരുന്നെങ്കിൽ ഇന്നതൊരു തരം ഭയം കലർന്ന വെപ്രാളമായി പരിവർത്തനപ്പെട്ടിരിക്കുന്ന അവൾ അറിഞ്ഞു. ഇനി അതിനകത്ത് ഭജനയ്ക്ക് വേഗം വാ.
പുറത്തുനിന്നുള്ള അവന്റെ ശബ്ദം വീണ്ടും കാതുകളെ പുൽകിയതും അവൾ വേഗം മരൽമാരെ ലക്ഷ്യം വെച്ച് നടന്നു. എടോ കേശവ, നാൽപ്പാട്ട് തമ്പുരാൻകുട്ടിയുടെ വേളി ആ പെൺകൊച്ചായിട്ട് കഴിഞ്ഞെന്ന് കേട്ടു, ശരിയാണോടോ? തന്റെ കടയിലേക്ക് വന്നേറെ കാര്യസ്ഥൻ കേശവനോടായി കുട്ടനായർ ഉദ്യോഗത്തോടെ ചോദിച്ചു. പിന്നെ കഴിയാതെ എന്റെ പെണ്ണും പിള്ള നേരിട്ട് കണ്ട കാര്യമില്ലേ അത്? ചായ ഒന്ന് മൊത്തി കുടിച്ചുകൊണ്ട് വേലായുധൻ കുട്ടനായരോട് പറഞ്ഞു. ആണോടോ? കുട്ടനായർ കേശവൻ നോക്കി വീണ്ടും ചോദിച്ചു. അയാൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് കയ്യിലെ സഞ്ചി താഴെ വെച്ച് അവിടെ ഒഴിഞ്ഞു കിടന്ന ഒരു ബെഞ്ചിലേക്ക് ഇരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നില്ലേടോ, ഒന്നും മനസ്സിൽ കാണാതെ ആ പെൺകൊച്ചിനെ തമ്പുരാൻകുട്ടി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കില്ലാന്ന്. അപ്പൊ താനെന്താ പറഞ്ഞ്? അതിനെ തമ്പുരാൻ കുഞ്ഞ് ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണെന്ന് അല്ലേ? എന്നിട്ടിപ്പൊ എന്തായി? വേലായുധൻ കേശവൻ നോക്കി ചോദിച്ചു. കേശവൻ അയാൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിന്നു. എന്തായാലും പെൺകുട്ടി കൊള്ളാം. നമ്മുടെ ആ പുതിയ ടീച്ചറിനെ പോലെ നല്ല ചന്ത കാണാൻ. ഞാനൊന്ന് രണ്ടോട്ടം കണ്ടിട്ടുണ്ട് അതിനെ. വേലായുധൻ ചിരിയോടെ പറഞ്ഞു. കുട്ടനായർ അയാളെ നോക്കി പല്ലടിച്ചു. അതിന് തന്റെ കണ്ണുമതിയാത്ത ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ ഇവിടെ? രാവിലെ ഇവിടെ വന്ന് കുത്തിരിപ്പ് തുടങ്ങിയാൽ പിന്നെ വൈകിട്ടല്ല തന്റെ മൂടി ഇരുന്നിടത്തുനിന്ന് ഇളകുന്നത്. കുട്ടനായർ അയാളെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. വേലായുധൻ അതൊന്നും തന്നോടല്ലാത്ത പോലെ ഇരുന്നു. താനിതെന്താടോ കേശവ അണ്ടി പോയ അണ്ണാല് കൂട്ടിയിരിക്കുന്നത്? കുട്ടനായർ ആകെ അസ്വസ്ഥമായ മുഖഭാഗത്തോടെ ഇരിക്കുന്ന കേശവൻ നോക്കി ചോദിച്ചുകൊണ്ട് അയാൾക്കുള്ള ചായ ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തു. എന്താടോ, തന്റെ നാൽപ്പാട്ടക്കാരനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയോ? വേലായുധൻ ചിരിയോടെ ചോദിച്ചു. കേശവൻ അയാളെ നോക്കി ദഹിപ്പിച്ചു. അല്ല, താൻ കുറച്ചു ദിവസം മുന്നേ ഒരു അവതാരത്തെ ഇറക്കിയിരുന്നല്ലോ, അതിനാരുടെ പോകാണ് ഇറക്കിയതാടോ? വേലായുധൻ അയാളോട് വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ട് ചൊറിയാൻ വന്നുകൊണ്ടിരുന്നു. അതൊക്കെ വഴിയറിയാം, അയാൾ പറഞ്ഞുകൊണ്ട് കുട്ടനായർ നീട്ടിയ ചായ കൈകളിലേക്ക് വാങ്ങി. എന്തായാലും ശത്രു നിസ്സാരക്കാരനല്ല. ഇല്ലാച്ച നാൽപ്പാട്ടക്കാരനെ ഒരു പൊറുതി മുട്ടി അവനങ്ങ് ഇറക്കില്ലല്ലോ, വേലായുധൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അവൻ കാട്ടിക്കൂട്ടിയ പുകിലൊക്കെ ഇന്നും കൺമുമ്പിൽ നിന്ന് പോവാത്ത പോലെയാ. 6 കുത്തല്ലേ ആ പാവം ചെറുക്കനെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിയത്. ആ രംഗം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കടന്നു വന്നു. കുട്ടനായരും തലയുടഞ്ഞു പോയി. ഈ പ്രാവശ്യം ഇനി ആരുടെ നെഞ്ചാണാവോ തുറക്കാൻ പോകുന്നത്? കുട്ടനായർ കൂട്ടിച്ചേർത്തു. നടന്നു തന്നെ. എടോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ മംഗലത്തെ തമ്പുരാൻ കുഞ്ഞവനെ ജീവനോടെ വിട്ട് പോലീസ് വന്നോണ്ടാ. ഇല്ലാച്ച ആ വെയിലൊന്നും കാണത്തില്ലായിരുന്നു. വേലായുധൻ ചുണ്ടൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. വേലായുധൻ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു. മംഗലത്തെ തമ്പുരാൻ കുഞ്ഞിനാ ടീച്ചറായിട്ടേ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് കേൾക്കണു, ശരിയാണോടോ നായര്? വേലായുധൻ ശബ്ദം കുറച്ചുകൊണ്ട് കുട്ടനായരോട് അടക്കം പറഞ്ഞു. അത് കേട്ടതും അതൊരു അസ്വസ്ഥമായ മനസ്സോടുന്ന കേശവൻ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോണ്ടേ രണ്ടും കൂടി മഴയത്ത് ഒരു കൊടക്കീഴിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കളിയും പറഞ്ഞു പോവാ. അയാൾ വലിയ കാര്യം പോലെ പറഞ്ഞു. തന്റെ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണോട്ട് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണും. കുട്ടനായർ അതിനെ പുച്ഛിച്ചുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എടോ, ഞാൻ പറഞ്ഞത് സത്യാടോ നായരെ. ഞാൻ മാത്രമല്ല അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവരെല്ലാ രംഗത്തിന് കാഴ്ചക്കാരായവരാ. അത് മാത്രമല്ല, ഞാൻ തന്നെ ഒന്ന് നോക്കിയേ, ഇതിനു മുന്നേ എത്ര ആളുകൾ ആ കലാക്ഷേത്രയിൽ കുട്ടികളെ പഠിപ്പിക്കാനായി വന്ന്. ആ വന്നവരൊക്കെ ഒരാഴ്ച പോയിട്ട് 2 ദിവസം തയ്ച്ചു നിന്നിട്ടുണ്ടോ അവിടെ. ഇതിപ്പോ പെണ്ണ് വന്ന് കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പെണ്ണ് വെട്ടിയും തൂക്കി ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, ചന്ദ്രമംഗലത്തെ തമ്പുരാൻ കുഞ്ഞിനെ തന്നെ ഒട്ടിച്ചു മടക്കി കുപ്പിയിലാക്കിയ ലക്ഷണ കാണുന്നത്. വേലായുധൻ അടക്കം പറഞ്ഞു. താൻ വെറുതെ അനാവശ്യം പറയത്. കുട്ടനായർ അയാളുടെ സംസാരം ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു. ആ, ഈ തന്നെയാ ഈ ഇരിക്കുന്നവനും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പൊ കപ്പൽ മുങ്ങിയ പോലെ ഇരിക്കുന്ന കണ്ടില്ല താൻ. വേലായുധൻ കേശവൻ നായരെ ചൂണ്ടി പറഞ്ഞു. കുട്ടനായർ കേശവനെ നോക്കി. താൻ നോയിക്കോടോ, ആ പെൺകൊച്ച് കാലങ്ങളായി സ്ത്രീ സ്പർശേൽക്കാത്ത ചന്ദ്രമംഗലത്തെ മുറ്റത്തേക്ക് വലത് കാല് വെച്ച് കയറുന്ന മുഹൂർത്തം വിദൂരം അല്ല. അയാൾ തലയാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടെന്തിനാ ചത്തുമലക്കാരോ? കേശവൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ തന്നെ പോലുള്ള നാട്ടുകാർ തണ്ടികൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളല്ലേടോ കേശവ. ഞാൻ നോക്കിയിട്ട് സ്ത്രീ സ്പർശം ഏൽക്കാത്തത് അവിടുത്തെ പ്രശ്നം. ദേദി കുഞ്ഞ് മരിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞാൽ സുഭദ്ര കുഞ്ഞ് മരിക്കണേ? പിന്നെ ഇനിയിപ്പൊ അങ്ങനെ വല്ല ശാപം ഉണ്ടെച്ചാ അത് മാറ്റാൻ അറിയാത്തവരൊന്നും അല്ലല്ലോ അവിടെ ജീവിക്കണത്. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ രക്ത അവര് രണ്ടും. അതിന്റെ ഗുണം അവര് കാണിക്കാണ്ടിരിക്കോ? കുട്ടനായർ കളിയാക്കലോടെ പറഞ്ഞു. കേശവൻ അയാളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അത് കേട്ടതും കേശവന്റെ മനസ്സ് നന്നേ അസ്വസ്ഥമായിരുന്നു. എല്ലാവരും പറയുന്ന പോലൊരു ബന്ധം ഭുവിയും മേഘനും തമ്മിലുണ്ടോ എന്നോർത്ത് അയാൾക്ക് തലവിരുത്തു. ആ കടയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഈ കാര്യം എത്രയും വേഗം ശിവശങ്കരനെ അറിയിക്കണമെന്ന് അയാൾ കണക്കുകൂട്ടി. ഇന്നത്തെ തലവിരിക്കലുള്ളതായിട്ടുണ്ട്. സഞ്ചിയും പിടിച്ച് നടന്നു പോകുന്ന കേശവനെ നോക്കി വായിലേക്ക് മുറുക്കാൻ മടക്കി വെച്ചുകൊണ്ട് വേലായുധൻ ചിരിയോടെ പറഞ്ഞു. കുട്ടനായരും അതിൽ പങ്കുചേർന്നു. എടോ, താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. കഴിഞ്ഞ തവണത്തെ വിളവെടുപ്പിനേക്കാൾ കുറവായി ഈ പ്രാവശ്യത്തേത്. തന്റെ മുന്നിൽ നിൽക്കുന്ന കാര്യസ്ഥൻ കൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് ആ കൃഷിയിടത്തിൽ നിന്ന് നടന്നു കയറി. മഴ കനക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒതുക്കണം തന്നോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എത്രയായതോ?
അവനെ ആൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചൊടിയോടെ ചോദിച്ചു. ഞാൻ നോക്കാഞ്ഞിട്ടാണോ തമ്പുരാൻകുട്ടി? ഇതിനൊക്കെ ആളെ കിട്ടാൻ വലിയ പാടായിപ്പോ. വെറുതെ അല്ലല്ലോടോ, പറയുന്ന കാശ് എണ്ണി കൊടുക്കാലോ, പിന്നെന്താ? മേഘൻ ചോദിച്ചുകൊണ്ട് തന്നെ താറിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാ കുഞ്ഞെ, പക്ഷെ ഒരൊറ്റ എണ്ണ അമ്പിന് വില്ലിന് അടുക്കണില്ല. ഇനിയിപ്പോ പുറത്തുനിന്ന് ആളിറക്കണമെന്നാ തോന്നുന്നു. എന്നാ പിന്നെ അങ്ങനെ നോക്കടോ, 2 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം അവിടുന്ന് പറിച്ചു മാറ്റിയിരിക്കണം. അവൻ തനിക്ക് മുമ്പിൽ നീണ്ടു തീർന്ന് നിൽക്കുന്ന പച്ചക്കറി തോട്ടം ചൂണ്ടി അയാളോട് പറഞ്ഞു. അയാൾ അതിന് വേഗേന തലയാട്ടി. എന്നാ തന്നേരം ഫിനാൻസിലേക്ക് വിട്ടോ, എന്നിട്ട് ആ കണക്കൊക്കെ വീട്ടിൽ രുദ്രൻ കാണും, അവനെ ഏൽപ്പിച്ചേക്ക്. അവനെ അയാളോട് പറഞ്ഞു. അയാൾ അതിനും തലയാട്ടിക്കൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാനാഞ്ഞു. പിന്നെ എന്തോർത്ത പോലെ വീണ്ടും അവനെ നേർക്ക് തിരിയണോ വേണ്ടോ എന്ന പോലെ അവിടെ നിന്ന് പരിങ്ങി കളിച്ചു. എന്താണോ താൻ പോകുന്നില്ലേ? അവൻ തന്റെ മുന്നിൽ നിന്ന് പരിങ്ങുന്ന ആളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അത് ഒരു കാര്യം. അയാൾ പറയണോ വേണ്ടോ എന്ന പോലെ ശങ്കിച്ചു. എന്താ, കാശ് വല്ലതും വേണോ? ഏയ്, അതൊന്നുമല്ല തമ്പുരാൻകുട്ടി. പിന്നെ എന്താണോ? അത് നാട്ടില് പരക്കെ ഒരു സംസാരമുണ്ടേ. അയാൾ മടിയോടെ പറഞ്ഞു. എന്ത് സംസാരം? അവനെ അയാളോട് ചോദിച്ചുകൊണ്ട് മുടിയൊന്ന് പുറകിലേക്ക് മാടി ഒതുക്കി. അത് തമ്പുരാൻകുട്ടി ആ ടീച്ചറായിട്ട് എന്തോ ഉണ്ടെന്നോ, ആ കുട്ടിയെ തമ്പുരാൻ കുഞ്ഞ് വെച്ചോ. മതി. അവനെ അയാളെ പൂർത്തിയാകാൻ അനുവദിക്കാതെ കൈയുയർത്തി തടഞ്ഞു. ഞങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലും അത് ഞാനും അവളും മാത്രം അറിഞ്ഞാൽ മതി. തൽക്കാലം വേറൊരുത്തിന് അതിൽ ചോദ്യം ചോദിച്ചു വരണ്ട, മനസ്സിലായല്ലോ? അവൻ അയാളെ നോക്കി അടുപ്പിച്ച് പറഞ്ഞു. അയാൾ അബദ്ധം പറ്റിയ പോലെ നിന്നു. ഇത് നാട്ടുകാരുടെ മാത്രം സംശയമാണോ അതോ തനിക്കുണ്ടോ? അവനെ അയാളെ ചൂഴി നോക്കിക്കൊണ്ട് ചോദിച്ചതും. അയ്യോ കുഞ്ഞെ, സത്യമായിട്ടില്ല. എല്ലാവരും ഓരോന്നും പറയുന്ന കേട്ടപ്പോ കുഞ്ഞിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അറിയിക്കണം തോന്നി, അതുകൊണ്ട് പറഞ്ഞ കുഞ്ഞെ, അല്ലാതെ ഒന്നുമില്ല. അയാൾ തന്റെ ഭാഗം വ്യക്തമാക്കി. അവനതിനൊന്ന് ഇരുത്തി മൂളി. പിന്നെ അയാൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്ന് പരിങ്ങി. ഇനിയെന്താ? അത് മുത്തശ്ശൻ വിളിച്ചിരുന്നു, വിവരം അവിടെ അറിഞ്ഞിട്ടുണ്ട്. ഒരു വരവെപ്പ് വേണേലും പ്രതീക്ഷിക്കാന്നാ ഭാര്യതയും വിളിച്ചപ്പോ പറഞ്ഞത്. അയാൾ ഒരു പരിങ്ങലോടെ പറഞ്ഞു. ഞാൻ അറിഞ്ഞു, വേറെ നൽകി താൻ ചെല്ലാൻ നോക്ക്. അവൻ പറഞ്ഞുകൊണ്ട് ബോട്ടിൽ നിന്ന് ചാടിയിറങ്ങിയതും അയാൾ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു. അവനയാളെ നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും കാണുന്നത് കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന രാഹുവിനെയാണ്. ഓ, കൊളക്കോഴി ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെപ്പോ പൊങ്ങി? ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞോ? അവൻ ചോദിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും രാഹു കിടന്ന കിടപ്പിൽ അവനെ തലയിരിച്ച് നോക്കി. എന്താടാ, നിന്റെ നാക്കാരെയും കട്ടോണ്ട് പോയോ? താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്നോട് തിരികെ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നവൻ നോക്കി അവനത് ചോദിച്ചതും രാഹു സീറ്റിൽ മുട്ടുകൈ കുത്തി തല അതിലേക്ക് താങ്ങിക്കൊണ്ട് മേഘനെ നോക്കി. എന്താടാ കോപ്പേ? അടുത്ത നിമിഷം അവന്റെ ശബ്ദം രാഹുവിന് നേർക്ക് ഉയർന്നു. അതെ, എനിക്ക് നിന്നെ പിടിക്കുന്നില്ലല്ലോടെ മേഘനാഥ. രാഹു അങ്ങനെ ഇരുന്നുകൊണ്ട് മേഘനെ നോക്കി കാര്യമായി പറഞ്ഞു. എന്തോന്ന്? അവൻ വണ്ടി വലതുവശത്തേക്ക് തിരിക്കുന്നില്ല അവനെ നോക്കി ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരു അട്ടപ്പാടിയിലുണ്ടായിരുന്ന ദേവേന്ദ്രൻ എങ്ങനെയാണ് ഒറ്റ രാത്രി ഇരുട്ടുകൊളുത്തപ്പോഴേക്ക് ഇവിടെ എത്തിയത്? രാഹു അവനെ ചൂഴ്ന്നുകൊണ്ട് ചോദിച്ചു. ചിലപ്പോ ഇന്ന് രാവിലെ അടിച്ച കൊടുങ്കാറ്റിൽ പറന്നു വന്നതാവും. അവൻ അലസമായി പറഞ്ഞുകൊണ്ട് വണ്ടി വീട്ടിലേക്കുള്ള വഴി തിരിച്ചു. ഊതല്ലേ ഒരുമാതിരി മറ്റേലും ഊതൂതല്ലേ? സത്യം പറഞ്ഞ മാറി നീയല്ലേ ഇതിനിടയിൽ കയറി കളിച്ചത്? അല്ലാന്ന് തോന്നാൻ വേറെ കാരണങ്ങളൊന്നും ഇല്ലല്ലോ. അവൻ മറു ചോദ്യം ചോദിച്ച് അവൻ അതിൽ തളച്ചിട്ടു. നിനക്കിത് എന്തിന്റെ കടിയാട കോപ്പേ? അവനവനെ കാര്യം നോക്കിയിരിക്കാൻ വയ്യ നിനക്ക്? രാഹു അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. മേഘൻ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് ഗിയർ മാറ്റി. എന്തു പറഞ്ഞാലും അവന്റെ ആൾക്കൊല്ലുന്ന ചിരിയും ചിരിച്ചിരുന്നോളും. നിനക്ക് എന്താടാ മോനെ രാഹുൽ ആ പ്രശ്നം? എന്തിനാ ഇപ്പൊ നീ ഇങ്ങനെ വറചട്ടിയിൽ പിടിച്ചിട്ട പോലെ തിളച്ച് മറിയുന്നു? മേഘൻ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവനെ നോക്കാതെ ചോദിച്ചു. നിനക്ക് 5 വയസ്സുള്ളപ്പോ തൊട്ട് നിന്റെ കൂടെ കൂടിയവനാ ഞാൻ, അതാണ് നിന്റെ പ്രശ്നം? മേഘൻ വണ്ടി വലത്തോട് തിരിച്ചുകൊണ്ട് ചോദിച്ചു. ദേ കോപ്പേ, നിർത്തിക്കോ. രാഹു താക്കിയതെന്നാണോ മേഘൻ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിർത്തി. നിന്റെ ആ ദേവേന്ദ്രന്റെ ഇടയിൽ ഓടുന്ന കഥ മാത്രം എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. ശത്രുവാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാ മിത്രമാണോ അതുമല്ല. എന്നാ രണ്ടും നേരി കണ്ടാലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കൊമ്പോർക്കും. ഇതെന്തോന്നാടാ ഇത്? രാഹു അവനെ നോക്കി പുച്ഛത്തിൽ ചോദിച്ചു. എടാ രാഹുല, ഇതൊക്കെ ചേട്ടന്റെ ഒരു നമ്പരല്ലേടാ മോനെ. ആ ഊന്ന് പഠിക്കിട്ട് ഒരു കൊട്ടുകൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറേയായി. പറ്റിയൊരു അവസരം വന്നപ്പോ ഞാനത് കാര്യമായിട്ട് അങ്ങ് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. അതിന് നീ വെറുതെ കാട് കയറണ്ട, മേഘൻ നിസ്സാരമായി പറഞ്ഞു. ഓ, വിശ്വസിച്ചു. കള്ളം പറയുമ്പോൾ ആരോടാ പറയുന്നത് കൂടി ഓർത്താ തമ്പുരാൻ നന്ന്. അവൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. നീ വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ആ ടീച്ചറുടെ കാര്യം അതിലെന്ത് വിശദീകരണ തമ്പുരാന് തരാള്?
അവൾക്കെന്താ? അവൾക്കൊന്നും വരാതിരിക്കാനാണല്ലോ തമ്പുരാൻകുട്ടി അവളൊന്നും തുമ്മിയാ പോലും അറിയിക്കാൻ ആൾ നിർത്തിയിരിക്കുന്നത്. രാഹു പറഞ്ഞു. അതിനവനൊരു കള്ളച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. എടാ രാഹു, അവളുണ്ടല്ലോ ആ വടയക്ഷി, അവള് തീരെ ശരിയല്ല. അവൻ പറഞ്ഞുകൊണ്ട് വണ്ടി വീട്ടുമുറ്റത്തേക്ക് നിർത്തി. സൂക്ഷിച്ചില്ലെങ്കിൽ ലവൾ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ചോര കുടിക്കും. മേഘൻ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഓ, അതുകൊണ്ടായിരിക്കും ഏത് നേരം അതിന് ചോര കുടിക്കാൻ അതിന് കഴുത്ത് നീട്ടി പിടിച്ച് ചെല്ലുന്നു. വേറെ ആരുടെയും അല്ലല്ലോടാ മോനെ രാഹു, എന്റെ അല്ലേടാ. അവള് കുടിച്ചോട്ടേന്നേ, ചിരി ബ്ലഡ് അല്ലേ. അവൻ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് കയറി. ഓവ്, രണ്ടും കൂടി ഇനി ആരുടെയൊക്കെ ചോരടിക്കുന്നു കണ്ടറിയാം. രാഹു ചൂളം കുത്തി അകത്തേക്ക് പോയി നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ ഉമ്മറപ്പടിയിലിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.